ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് ബ്രസീൽ ഈ ബ്രേക്കിലെ ആദ്യത്തെ സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ സെനഗലാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ മത്സരം കാണാൻ കഴിയുക. അതായത് ലണ്ടനിലെ എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിനുള്ള 11 കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രസീലിന്റെ സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ ആയിരിക്കും ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് ഗബ്രിയേൽ മഗല്ലസും മാർക്കിഞ്ഞോസും ഉണ്ടാകും. അതേസമയം വിംഗ് ബാക്ക് ആയിക്കൊണ്ടാണ് എഡർ മിലിറ്റാവോ കളിക്കുക. സാധാരണ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് മിലിറ്റാവോ. റൈറ്റ് ബാക്ക് പൊസിഷനിലും അദ്ദേഹം കളിക്കാറുണ്ട്. അഞ്ചലോട്ടി അദ്ദേഹത്തെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാണ് ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോ ആയിരിക്കും വരിക. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസമിറോ ഉണ്ട്, അതുപോലെ തന്നെ ബ്രൂണോ ഗുയിമറസ് ഉണ്ട്. കാസമിറോ ആയിരിക്കും ക്യാപ്റ്റൻ. ഇനി മുന്നേറ്റ നിരയിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും റോഡ്രിഗോ ഗോസ് കളിക്കുക. അതുപോലെ തന്നെ വലത് വിങ്ങിൽ എസ്റ്റബായോ വില്ലൻ ഉണ്ടാകും. ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് മാത്യൂസ് കുഞ്ഞ ഉണ്ടാകും. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു സാധ്യത 11 ആയിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. നേരത്തെ കുഞ്ഞയുടെ സ്ഥാനത്ത് വിക്ടോർ റോക്കിനെ കാർലോ ആഞ്ചലോട്ടി ട്രെയിനിങ്ങിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് കുഞ്ഞ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് വരികയായിരുന്നു. ഏതായാലും ബ്രസീലിന്റെ ഒരു 11 ഇങ്ങനെയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.